യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധനായ മനുഷ്യൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി ശിലോഹ കുളത്തിൽ പോയി കഴുകുക. അവൻ കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഈ അത്ഭുത പ്രവൃത്തി നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. TJ വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇവിടെ സാധാരണ ദിവസങ്ങളായ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 10:30 മുതൽ 7 മണി വരെയാണ് ഓപ്പണിംഗ് ടൈം. വെള്ളിയാഴ്ചയും ഹോളിഡേ ദിവസങ്ങളിലും 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഓപ്പണിംഗ്. നമ്മളിവിടെ വന്നാണ് ശിലോഹ കുളത്തിലേക്ക് പോകേണ്ട ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതാണ് സംഭവം. സിറ്റി ഓഫ് ദാവീദിൻ്റെ കിന്നരത്തിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തേക്കുന്ന കാണാം. ഇതാണ് ടിക്കറ്റ് ഓഫീസ്. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ നീല കാണുന്നതിൽ പോയി കഴിഞ്ഞാൽ ഒരു തുരങ്കപാതയുണ്ട്. ഇതുവഴിയും പോകാം. ഇതല്ലാതെ റോഡ് മാർഗവും നമുക്ക് ശിലോഹ കുളത്തിലെത്താം. ഇതുവഴി പോയാൽ ഏകദേശം 1.25 മണിക്കൂറോളം നമ്മൾ ഈ തുരങ്കപാതയിലൂടെ നടക്കണം. ഈ പോകുന്നത് അങ്ങോട്ടേക്കുള്ള പാതയാണ്. നമ്മൾ നീല കാണുന്നിടത്തൂടെയാണ് എപ്പോഴും പോകേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് ഇങ്ങോട്ട് കാനാനേത്ത് ടണൽ ഡ്രൈ റൂട്ട്. ഇതൊരു ശുദ്ധജല ഭൂഗർഭ ഉറവയാണ്. ഇത് ചെന്ന് ചേരുന്നത് ശിലോഹ കുളത്തിൻ്റെ സൈഡിലൂടെയാണ് ഇത് പോകുന്നത്. മഴക്കാലമാകുമ്പോൾ അവ നിറഞ്ഞ് കവിയാറുണ്ട്. ഹെസക്കിയാസിൻ്റെ തുരങ്കം കണ്ടെത്തുന്നത് 1838 ഈ തുരങ്കത്തിൽ നടക്കാൻ ഏകദേശം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂറോളം എടുക്കും. BC 701 ഈ തുരങ്കം പണി കഴിപ്പിച്ചത്. ഹെസക്കിയാസ് ടണൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. അന്നത്തെ രാജാവായിരുന്ന കിങ് ഹെസക്കിയാസ് ആയിരുന്നു ഇത് പണി കഴിപ്പിച്ചത്. ദാവീദ് നഗരത്തിൻ്റെ താഴെ പാറയിൽ വെട്ടിയുണ്ടാക്കിയതാണ് ഈ തുരങ്കം. മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ഈ മനുഷ്യനിർമ്മിത തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ആകർഷണീയമായ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയാണ്. ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെ എന്താ സംഭവം, ഇവിടെ അങ്ങോട്ട് സ്ഥലമില്ല. പറ്റിച്ചു. ആ ടണലിനകത്തൂടെ നമ്മളിപ്പോൾ കയറി വന്ന് ഇവിടെ എത്തി. ഇവിടെയാണ് ഈ വെള്ളം കിടക്കുന്നത്. തണുത്ത വെള്ളത്തിൽ കൂടെ നമ്മൾ നടന്നു വന്നത്. ഉണ്ടോ പിള്ളേരൊക്കെ ആയിട്ട് എല്ലാ പിള്ളേരെല്ലാം ഇവിടെ കിടന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഹായ് ഓൾ, നമ്മളിപ്പോൾ ആ ടണൽ കയറി വന്നിരിക്കുന്നത് ഇപ്പോൾ ശിലോഹ കുളത്തിലേക്കാണ്. നമ്മളിനി ശിലോഹ കുളത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങോട്ട് കാണുന്നതാണ്. ഉണ്ടോ ശിലോഹയുടെ
കുളത്തിൻ്റെ മുന്നിലുള്ള പാറയാണ് ഈ ശിലോഹ എന്നതിനർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. തണുത്ത വെള്ളത്തിൽ നിന്ന് ഇപ്പം ചൂടത്തോട്ട് കയറിയിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന ഇങ്ങോട്ടാണ്. ആ വന്ന വഴിയിൽ നിന്ന് വെള്ളം അടിയിൽ കൂടെ ഒഴുകി ഈ വഴി വന്ന് ഇതുണ്ടോ ഇതിലേ ഒഴുകി വെളിയിൽ പോകും. വെളിയിലോട്ടാണ് പോകുന്നത്. നമ്മളാ ആദ്യമേ കണ്ട സ്ഥലം എൻട്രൻസിൻ്റെ ശിലോഹ കുളം വറ്റിക്കിടക്കുമെന്ന് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ശിലോഹ കുളം ഇതായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ കണ്ടോ, ഒട്ടും വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുകയാണ് ശിലോഹ കുളം. ഇത് മഴക്കാലമാണെങ്കിൽ ഇവിടെ എല്ലാം പാറയെന്ന് ഇവിടെ നിന്നെല്ലാം വെള്ളം ഒഴുകി വന്ന് ഇവിടെ നിറഞ്ഞു കിടക്കും. അതായിരുന്നു ശിലോഹ കുളത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ ഇപ്പം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും വെള്ളമില്ല. വെള്ളമുണ്ട്, ആ സൈഡിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട് വെള്ളം. പക്ഷെ ഇങ്ങോട്ട് അതിന് യാതൊരു കണക്ഷനും ഇല്ല. ഉണ്ടല്ലോ ശിലോഹ കുളം. എല്ലാവരും ഹാപ്പി ആയെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.